പേര് വിളിക്കേണ്ട മുത്തപ്പൻ? അതുപോലെ തന്നെയല്ലേ അല്ലേ? എൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ. അച്ഛൻ തന്നെ ആദ്യം പേര് വിളിക്കണ്ടല്ലേ? ആ പേര് പറഞ്ഞു തരേണ്ട കാര്യമാണ് അച്ഛൻ വേണ്ടേ അല്ലേ? അധികാരമാർക്കാന്ന് പറയാൻ അച്ഛനുണ്ടേ. മുത്തപ്പൻ വിളിച്ചാലും എൻ്റെ വായിൽ നിന്ന് പുറത്തു വരണ്ടാക്കി വേണം അല്ലേ? ഉറങ്ങുന്ന വീട്ടിൽ ഞാൻ ഭക്ഷണം കൊടുക്കും. ഞാൻ ഉറക്കത്തിൽ വിളിച്ചാൽ പേര് വെക്കുക അല്ലേ? സാരമില്ല അല്ലേ? മുത്തപ്പൻ വിളിക്കട്ടെ. കല്ലാടി ഒരു കർണം പൊത്തി മറുകർണത്തിൽ വിളിക്കുന്നല്ലേ പറയാ അല്ലേ? കരം കൊണ്ട് താങ്ങിയാട്ടെ കുഞ്ഞിന. ലക്ഷ്മിക ഒന്നുകൂടി. ലക്ഷ്മിക ലക്ഷ്മിക ദീർഘ പുറത്ത് വിളിച്ചില്ലേ? പറഞ്ഞില്ലേ? ഉറങ്ങുന്ന വിളിച്ചിട്ട് കാര്യമുണ്ടാ? കാര്യമില്ല അല്ലേ? ഉറക്കെല്ലാം പോട്ട് അല്ലേ? ദീർഘായുസോടു കൂടി നാളേക്കും നീളേക്കും അനുഭവിച്ച വേദനയും അമ്മയെടുത്തു അനുഭവിച്ച യാതനയും വേദനയും ഒക്കെ ഇവിടെ തരണം. അതൊക്കെ ഉണ്ടാവണം അല്ലേ? ഒരുപാട് വേവലാദികളും ആവലാദികളും സങ്കടത്തോടും മുത്തവനോട് പറഞ്ഞു. ഓരോ ദിവസവും മുത്തപ്പ എൻ്റെ ഉദരത്തിനകത്തൊരു ജീവൻ മുത്തം തന്നു അല്ലേ? അത് എനിക്ക് കിട്ടുമോ എന്നിരിക്കുന്ന ആവലാദിയോടും വിളിച്ചു. എന്തിനെങ്കിലും പോലും മുത്തം ഒന്ന് പറഞ്ഞിട്ടുണ്ടേ, വിളിക്കണ്ട നിനക്ക് ഞാൻ തരുന്നുണ്ടേ. ദീർഘായുസോടു കൂടി ആ നാമധേയം പോലെ പുണ്യതമ്പുരാൻ പുണ്യമുത്തം തന്നിട്ടുണ്ട്. എൻ്റെ കൈക്കുള്ളിലാണ്, എൻ്റെ കൈക്കുള്ളിൽ ഞാൻ പിടിച്ചിരിക്കുന്ന മകളാണ്. ദീർഘായുഷ കൊടുത്ത് സർവൈശ്വര്യമായിട്ട് നാളെയും നീളെയും നിങ്ങൾക്ക് വീട്ടിന് വിളക്കായിട്ടും നാട്ടിന് ഐശ്വര്യമായിട്ടും പൊന്നുപോലെ വളരാന്തൊക്കെ വണ്ണം ക്ഷേത്രം പിടിക്കാൻ മുത്തം പിടിച്ചിട്ടുണ്ട്. ഐശ്വര്യത്തോടെ കാണണം അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ് നീ ആഗ്രഹിച്ചത് എൻ്റെ പൊന്നിൻ്റെ തമ്പുരാൻ അതുപോലെയല്ലേ വരുള്ളൂ. ആഗ്രഹിച്ചതുപോലെ മുത്തം പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ച പിടി എൻ്റെ കൈക്കുള്ളത് ഒരു സുരക്ഷിതരല്ലേത് അല്ലേ? അല്ലേ അല്ലേ? എൻ്റെ കയ്യിൽ സുരക്ഷിതരല്ലേ? എന്തറിയാം ഉറക്കില്ലല്ലേ? ഉറക്കുണ്ടാകുമ്പോൾ കുട്ടികളിൽ ഒന്നുമില്ല അല്ലേ? സുരക്ഷിത ഒന്നും പഠിക്കില്ല. നിങ്ങളെന്താ വേണ്ടത്? അക്ഷരവും അല്ലേ, ഭക്ഷണവും വസ്ത്രവും കൊടുത്ത് വിദ്യാഭ്യാസവും കൊടുത്ത് പോറ്റിക്കും. ആയുസ്സും ആരോഗ്യവും കൊടുക്കാൻ പുണ്യതമ്പുരാനുണ്ട് അല്ലേ? എവിടെയാ? അതുപോലെ നിങ്ങളുടേതായിരിക്കുന്ന മനസ്സിന്റെ പ്രാർത്ഥന പോലെയും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയോ എല്ലാവരും മനസ്സിലുണ്ട് അല്ലേ? വിളിച്ചാൽ വിളിപ്പുറത്തിലെ മുത്തപ്പൻ, സത്യം പിഴക്ക ദേവനിലെ മുത്തപ്പൻ. 100 മഞ്ഞൾ തൊട്ടാൽ എങ്ങനെ ഉണ്ടാവുക? പൊടുന്നതിന് വെച്ച് ചുമക്കും. അതുപോലെ അനവധിയായിരിക്കുന്ന വേവലാജകൾ വിളിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് വേവലാജലും പോയില്ലായിരുന്നു. എന്താ ധൈര്യം വന്നിട്ട് പിന്നെ എനിക്ക് പിന്നെന്താ പറയുക? ഇനി എൻ്റെ മുത്തപ്പൻ തരും എന്നാ പറഞ്ഞത്. ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചു, കരഞ്ഞു, വേദനിച്ചു, പക്ഷെ ഇനി എൻ്റെ മുത്തപ്പൻ തരും എന്ന് പറഞ്ഞു. തന്നില്ലേ? പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നു. നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടിയില്ല അല്ലേ? അതെല്ലാം നീ പറഞ്ഞില്ലേ? ഇതിനൊരു സമയമുണ്ട് അല്ലേ? നക്ഷത്രം എന്താ നക്ഷത്രം കുഞ്ഞിൻ്റെ? എന്നിട്ട് ഉറക്കം തന്നെയാണ്. പിന്നെ എല്ലാവരും നോക്കുന്നത് ഉറക്കന്നെയാ. സുരക്ഷിതമായ കരങ്ങളിലാണ് തന്നത് മുത്തപ്പൻ. ഇതുപോലെ മുത്തപ്പൻ ഇങ്ങനെ പിടിച്ചാൽ പോലെ മുത്തപ്പൻ. നിങ്ങളിങ്ങനെ പിടിച്ചിട്ടേ മുത്തപ്പൻ ഇല്ലേ? 7 കടലും കിടന്ന് പോയപ്പോഴും എന്താണെന്ന് പറഞ്ഞേ, മുത്തപ്പ ഞാൻ ആരുമില്ലാതെ സദസ്സില്ല വന്നിനെ പിടിച്ചേക്കണമെന്ന് പറഞ്ഞു. പിടിച്ചിട്ടേ 2 പേരും ചേർന്ന് തൊട്ടാ മതി. കഴുത്തിന് എനിക്കറിയാം കുറച്ച് നേരം എനിക്കൊണ്ട ക്ഷീരം കൊണ്ട് ഇനി പാല് കൊണ്ടാ കുഞ്ഞിന് കൊടുക്കാൻ.